ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി പരിപാടികൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് ഘടകകക്ഷികൾ. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ബി.ജെ.പി. ഡീൽ ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് നേതാക്കളുടെ നടപടിയിൽ CPIM പ്രതിഷേധം അറിയിച്ചു. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിനെതിരെ ഝാർഖണ്ഡ് മുക്തി മോർച്ചയും കൂടിയാലോചനയില്ലാതെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെതിരെ അഖിലേഷ് യാദവും വിമർശനം ഉന്നയിച്ചു. വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് പ്രതികരിച്ച രാഹുൽ ഗാന്ധി ഓരോ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് മറുപടി നൽകി. ആഭ്യന്തര ഭിന്നതകൾക്കിടയിലും കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ പ്രതിഷേധത്തിന് ഇന്ത്യ സഖ്യയോഗം തീരുമാനിച്ചു. 5 പ്രധാന വിഷയങ്ങളിലാണ് യോഗം തീരുമാനമെടുത്തത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കാനടക്കം ഈ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഘടകകക്ഷികളുടെ അതൃപ്തികൾ പരിഹരിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സംയുക്ത മുന്നേറ്റമായി തുടരാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമോ? രാജ്യത്തിന്റെ അസ്ഥിരമായ സാമ്പത്തിക സ്ഥിതി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷകരുടെ പ്രശ്നം തുടങ്ങിയവ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നതായി യോഗത്തിന് ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പാർട്ടികളുടെ ഏകോപനത്തിനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ എല്ലാ ദിവസവും രാവിലെ യോഗം ചേരുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. Union government should immediately call an all-party meeting to discuss the precarious current economic situation, unemployment, price rise, and farmers' issue and other people-centric issues. തങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് TVKയോടൊപ്പം പോയവരാണ് കോൺഗ്രസ് എന്നും പിന്നെ തങ്ങൾ എന്തിന് അവരോട് സഹകരിക്കണമെന്നും DMK നേതാവ് TKS ഇളങ്കോവൻ ഇന്ന് ചോദിച്ചു. We issued a statement explaining our stand. We said that the Congress is not with us. Congress has shifted their allegiance. They are now with the TVK. They had said that in the future also they will contest the local body elections and parliament elections in the TVK alliance. Then which means they are not in our alliance. Then why should we be there with them? കോൺഗ്രസിന്റെ സമീപനത്തിൽ ഇടത് പാർട്ടികൾക്ക് ഗുരുതരമായ സംശയങ്ങളുണ്ടെന്ന് CPIM MP ജോൺ ബ്രിട്ടാസും ഇന്ന് തുറന്നടിച്ചു. ഇന്ത്യ സഖ്യം രൂപീകരിച്ച കാലം മുതൽ ഒപ്പമുള്ള ഇടത് പാർട്ടികൾക്ക് നേരെ BJP ബന്ധം ഉന്നയിക്കുന്നത് ശരിയല്ല. BJPക്കെതിരെയുള്ള CPIM നിലപാടിൽ കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. We all came together to fight BJP, but there is a murky situation that has happened in Kerala, wherein people like Rahul Gandhi, Mallikarjun Kharge, Srimati Priyanka Gandhi all descend on Kerala and accuse us of having some sort of a truck with BJP. If that is the charge and approach of the Congress, then what is the whole purpose of we sitting together? And we don't want to have a certificate from Congress with regard to our commitment and conviction in fighting BJP. ഇന്ത്യ സഖ്യം ചിലപ്പോൾ ഓണും ചിലപ്പോൾ ഓഫുമാകുന്ന സംവിധാനമാണെന്നും നിലവിൽ എത്ര പാർട്ടികൾ അതിലുണ്ടെന്ന് തങ്ങൾക്കറിയില്ല എന്നും BJP നേതാവ് V. മുരളീധരൻ പറഞ്ഞു. പല സംസ്ഥാനങ്ങളിലും ഗണ്യമായി പരാജയപ്പെട്ട അവർക്ക് താൻ വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്നും മുരളീധരൻ ഇന്ന് പറഞ്ഞു. India alliance is a mechanism which sometimes is on and sometimes it is off. So we don't know how many they are now. There is an on. We don't know how many days they will be on. So I don't see much importance to that because രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിച്ച് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങളടങ്ങിയ ഫ്ലക്സ് ബോർഡുകൾ ഇന്ന് ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഫ്ലക്സുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തി നശിപ്പിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് ഇന്നത്തെ നടന്ന കാര്യങ്ങൾ. അതായത് രാജ്യത്തെ ഭരണമുന്നണിക്ക് ഇപ്പുറത്തുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം സഖ്യം എന്ന നിലക്കാണ് ഇന്ത്യ മുന്നണി വന്നിരിക്കുന്നത്. ഇന്ത്യ അലയൻസ് എന്നേ BJPക്കാർ വിളിക്കൂ, പക്ഷേ അതിൻ്റെ പേര് ഇന്ത്യ മുന്നണി എന്നാണ്, ഇന്ത്യ അലയൻസ് എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു യോഗത്തെ ഏത് നിലക്ക് രാഷ്ട്രീയമായിട്ട് കാണണം നമ്മൾ? അതിൽ ഇന്നത്തെ യോഗം വളരെ നിർണായകമായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ഏറെ സവിശേഷതകളുള്ള ഒരു യോഗമാണ് ഇത്തവണ നടന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് DMK എന്ന അവർക്കിടയിലെ ഏറ്റവും കരുത്തരായ ഒരു
സഖ്യകക്ഷി ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി പങ്കെടുത്തില്ല, പൂർണ്ണമായി വിട്ടുനിന്നു. അതായത് അവർ ഈ ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണല്ലോ ഇളങ്കോവൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഞങ്ങളുടെ മുന്നണിയിൽ അവരില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ മുന്നണിയിൽ കോൺഗ്രസ് ഇല്ല, പിന്നെ ഏത് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ ഞങ്ങൾ പോയിരിക്കേണ്ട കാര്യം എന്നാണ് ചോദിച്ചത്. ന്യായമായ ചോദ്യമാണ്. അതുമാത്രമല്ല, രാഷ്ട്രീയ മര്യാദ പാലിച്ചില്ല എന്നുള്ളതാണ് DMKയുടെ ആരോപണം. കോൺഗ്രസ് രാഷ്ട്രീയ മര്യാദ തമിഴ്നാട്ടിൽ പാലിച്ചില്ല. അപ്പോൾ പിന്നെ ഇനി അങ്ങനെ ഒരു മുന്നണിയില്ല എന്നുള്ള അവരുടെ തീരുമാനത്തെ കോൺഗ്രസിന് പോലും എഴുന്നേറ്റ് നിന്നൊന്നും ചോദ്യം ചെയ്യാനുള്ള ശേഷി ഇതുവരെ ആയിട്ടില്ല. ഒരു കാരണം ഇതുവരെ അവരുടെ നേതൃത്വത്തിന് പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കോ എന്തിന് KC വേണുഗോപാലിന് പോലുമോ രാഹുൽ ഗാന്ധിക്കോ പോലും ഒരു കാരണം എഴുന്നേറ്റ് എന്ന് പറയാൻ ഇപ്പോഴും പറ്റിയിട്ടില്ലാത്ത അവസ്ഥ അവിടെയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുന്നണിയാണെന്ന് പറഞ്ഞ് വെറുതെ DMKയുടെ കൂടെ അവിടെ തമിഴ്നാട്ടിൽ നിന്നിട്ട് എന്താണ് കാര്യം? മുന്നണി അധികാരത്തിൽ വരുന്ന സമയത്ത് ഒരു മന്ത്രിസ്ഥാനം പോലും തരില്ല. കോൺഗ്രസിന് സ്ഥാനം വേണം. CPM-നെയോ CPI-യോ പോലെയല്ല, അവർക്ക് സ്ഥാനം വേണം. അപ്പോൾ ആ സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മുന്നണിയിൽ നിൽക്കുന്നത് എന്നുള്ള നിലപാട് കോൺഗ്രസിനുണ്ട്. പക്ഷേ അത് ആ നിലയ്ക്ക് തന്നെ വിശദീകരിക്കാനുള്ള ബാധ്യത ഇതൊരു ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ഒരു ദേശീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഒരു ആദർശാത്മകമായ ഒരു സഖ്യം എന്ന നിലയിൽ അവരൊരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള ബാധ്യതയുണ്ട്. മാത്രമല്ല, സാമാന്യ മര്യാദ എന്നുള്ളത് രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ആ മര്യാദ പാലിച്ചില്ല എന്നുള്ള അവരുടെ ആ ആരോപണത്തെ ഖണ്ഡിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തത് JMM പറയുന്നു. JMM-ൻ്റെയും പ്രതിഷേധം ഇന്നിപ്പോൾ അവരവരെ അറിയിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ഇന്ന് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. മമതാ ബാനർജി ഏറ്റവും ആത്മാർത്ഥമായി ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുത്തത് ഈ യോഗത്തിലാണ്. ഇങ്ങനെ പല പ്രത്യേകതകളും നടന്നു. കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ പൊതുവെ നമുക്ക് കൂടുതൽ താല്പര്യമുള്ള ഒരു വിഷയം എന്ന നിലയ്ക്ക് കൂടി പരിശോധിച്ചാൽ CPIM ഉറച്ച ഒരു നിലപാട് അക്കാര്യത്തിൽ സ്വീകരിച്ചു. ഇത്തവണ CPIM ജനറൽ സെക്രട്ടറി ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. MA ബേബി പോയില്ല. ജോൺ ബ്രിട്ടാസ് പങ്കെടുത്തു. ശക്തമായി തന്നെ ജോൺ ബ്രിട്ടാസ് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് MA ബേബി. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൻ്റെ ദേശീയ നേതാക്കൾ, അതായത് CPM-ൻ്റെ ആരോപണം ഇത്രയേ ഉള്ളൂ. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പോലുള്ള നേതാക്കൾ ഇവിടെ വന്നിട്ട് BJP-യുമായി CPIM-ന് സഖ്യമാണ് എന്ന് പ്രചാരണ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് പ്രസംഗിച്ച് നടക്കുക, അത് ശരിയായ കാര്യമല്ല. ഇന്ത്യ മുന്നണി രൂപീകരിച്ച കാലം മുതൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ നേതൃതലത്തിൽ തന്നെയുള്ള CPIM-നെ പോലുള്ള ഒരു പാർട്ടി BJP-യുമായി സഖ്യമുണ്ട് എന്നുള്ള തരത്തിൽ പരസ്യമായി പ്രചാരണം നടത്തിയത് ശരിയല്ല എന്നുള്ള ആരോപണമാണ് അവരുന്നയിച്ചത്. പക്ഷേ അതിനകത്ത് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ പ്രചാരണ പരിപാടികൾ ഇപ്പം പിണറായി വിജയനെ പോലെയോ മുതിർന്ന നേതാക്കൾ, ഇവർ പറയുന്നതാണ് മുതിർന്ന നേതാക്കൾ അത് പറയാൻ പാടില്ലെന്ന്. എന്നാൽ താഴെത്തട്ടിലേക്കുള്ള പ്രചാരണത്തിൽ കോൺഗ്രസും BJP-യും തമ്മിലാണ് ഇവിടെ ധാരണ എന്നുള്ള പ്രസംഗം ഇവിടെയും CPM-ൻ്റെ പ്രവർത്തകരും അല്ലെങ്കിൽ രണ്ടാം തിര നേതാക്കന്മാരും ഒക്കെ പലയാവർത്തി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണമായി മുന്നോട്ട് വയ്ക്കാനുള്ളത്. ജയിച്ചാലും തോറ്റാലും BJP ബന്ധം എന്നുള്ള ആരോപണം കേരളത്തിൽ പതിവായതുകൊണ്ട് ആ ആരോപണം വരുന്നു. പക്ഷേ അത് ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, അവിടെയും ഈ പറയുന്ന വിശാലമായ മര്യാദ എന്നുള്ളത്, രാഷ്ട്രീയ മര്യാദ, കുറെ കൂടി യുക്തിഭദ്രമായ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു മുന്നണി? അത് BJP എതിർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുന്നണിയുടെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. BJP എതിർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് രൂപീകൃതമായ ഒരു മുന്നണി, ആ മുന്നണിയിൽ BJP-യുമായി ബന്ധമുള്ളവരുണ്ട് എന്ന് ആ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ മുതിർന്ന രണ്ട് നേതാക്കൾ, അതായത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ നടന്നു പറയുക എന്നുള്ളതിൽ ഒരു അനൗചിത്യമുണ്ട്. അതൊരു മര്യാദയല്ല, രാഷ്ട്രീയ മര്യാദയല്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമല്ല. എന്തായാലും CPM-ന് BJP-യുമായി ബന്ധമുണ്ട് എന്നൊക്കെ നമുക്ക് ആരോപിക്കാൻ കഴിയില്ല. ആ നിലയ്ക്ക് ആരോപിക്കുന്നതിൽ അത് തെറ്റായ ഒരു ആരോപണമാണ്. പക്ഷേ അത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തെ, വലിയ സംസ്ഥാനങ്ങളിലെ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിലെ പ്രചാരണത്തിന് അത് പ്രയോജനപ്പെടുത്തുമ്പോൾ ആ മുന്നണിയുടെ വിശ്വാസ്യത, ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ CPIM-നെ ഈ മുന്നണിയിൽ നിർത്തരുതല്ലോ, മാറ്റി നിർത്തണം. BJP-യുമായി ബന്ധമുള്ളവർ ഈ മുന്നണിയിൽ വേണ്ട എന്നല്ലേ പ്രഖ്യാപിക്കേണ്ടത്. അത് അങ്ങനെയല്ല പ്രഖ്യാപിക്കുന്നത്. വെറുതെ ഈ ആരോപണത്തിൽ, തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമാക്കിയുള്ള ഒരു ആരോപണത്തിൽ നിൽക്കുന്നു. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ ഡിക്റ്റേഷൻ അനുസരിച്ചാണ് ഈ ദേശീയ നേതാക്കൾ ഈ വിഷയത്തിൽ കേരളത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് എന്നുള്ള ആരോപണവും നിൽക്കുന്നു. അതുകൊണ്ട് ആ ആരോപണത്തിന് മറുപടി പറയണം. ഇപ്പം വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ രാഹുൽ ഗാന്ധി ഏതാണ്ട് സ്വയം വിമർശനപരമായി, CPIM ഭാഷയിൽ പറഞ്ഞാൽ സ്വയം വിമർശനപരമായി രാഹുൽ ഗാന്ധി ആ ആരോപണത്തെ ശരിവച്ചു എന്നും അത് വാസ്തവമാണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് അത് അംഗീകരിച്ചു എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിൽ കാര്യമില്ല.
കാരണം ഈ വളരെ എളുപ്പത്തിൽ ബി ജെ പിക്ക് മുന്നണിയെ പരിഹസിക്കാൻ പോകുന്ന, ബി ജെ പിക്ക് എതിരെയാണ് ഇത് രൂപപ്പെട്ടതെങ്കിൽ ബി ജെ പിക്ക് വളരെ എളുപ്പത്തിൽ പരിഹസിക്കാൻ പോകുന്ന ഒരു സ്വഭാവം ഈ മുന്നണിക്കുണ്ട് എന്നത് കാട്ടിത്തരും. പിന്നെ ഇന്ന് വി മുരളീധരൻ പറഞ്ഞത് ശരിയാണ്, ചിലപ്പോൾ ഓണാവും ചിലപ്പോൾ ഓഫാവും. അങ്ങനത്തെ ഒരു മുന്നണിയായി മാറിയിട്ടുണ്ട് ഇന്ത്യ മുന്നണി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മമതാ ബാനർജിയുടെ കാര്യം എടുക്കുക. കോൺഗ്രസ് ആരോപിക്കുകയാണെങ്കിൽ ആരാണ് ഈ മുന്നണിക്കുള്ളിൽ ഏറ്റവും ബി ജെ പിയുടെ ഏറ്റവും അടുപ്പക്കാരായിരുന്നു? അത് മമതാ ബാനർജി ആയിരുന്നു. എല്ലാ കാലത്തും ബി ജെ പിയുടെ അടുപ്പക്കാരായിരുന്നു. ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ട് മുന്നണിയായി മന്ത്രിസഭയിൽ അംഗമായി ഇരുന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഇപ്പോൾ നേരിടുന്ന ഈ ഒരു പ്രശ്നം നമുക്കറിയാം. ആ പ്രശ്നം എങ്ങനെയാണ്? ആ പ്രശ്നത്തിൽ ഇപ്പോൾ എം പിമാർ കൂട്ടത്തോടെ 20 എം പിമാർ ഇപ്പോൾ ബി ജെ പിയിൽ ചേരാൻ പോകുന്നു, എൻ ഡി എക്കൊപ്പം നിൽക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അതാണ് അവിടുത്തെ അവസ്ഥ. അവരാണ് എല്ലാ കാലത്തും ആ പാലം നിലനിർത്തി പോന്നിരുന്ന ഒരു പാർട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതിയൊക്കെ നിലനിൽക്കെ അവർക്കെതിരെ ഉന്നയിക്കാത്ത ഒരു ആരോപണം ഇവിടെ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ള പ്രശ്നമാണ്. ഇതിനി ഈ മുന്നണി എന്ന നിലയ്ക്ക് ഇനി പരുവപ്പെടണമെങ്കിൽ രാഹുൽ ഗാന്ധി വിചാരിക്കണം, മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ വിചാരിക്കണം. അവരത് വിചാരിക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. കാരണം കേവല താല്പര്യങ്ങൾക്കനുസൃതമായാണ് ഇപ്പോൾ മുന്നണി പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അതിനകത്ത് ഒരു കാര്യമുള്ളത്. ഈ മുന്നണി സംവിധാനം എന്നത് നമ്മളെ രാജ്യം ഉണ്ടായ കാലം തൊട്ട് കോൺഗ്രസ് മുന്നണിയായിട്ടാണെങ്കിലും ഒരുപാട് ഈ മുന്നണി രാഷ്ട്രീയം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുന്നണി സംവിധാനത്തിനകത്ത് ഏത് മുന്നണിയിലാണെങ്കിലും അതിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനത്തിൻ്റെ തലപ്പത്തുള്ള ആളെന്ന നിലക്കാണ് പ്രവർത്തിക്കേണ്ടത്. ഇപ്പം നമ്മൾ വളരെ വലിയ ഭൂരിപക്ഷമായിട്ട് അതിശക്തമായിട്ട് ഭരിക്കുകയാണ് 10-15 വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി രാജ്യം ഭരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം ഇത്തവണ കഴിഞ്ഞ 2 തവണകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഒരു തൂക്ക് സർക്കാരായിട്ട് വന്നപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നതിൻ്റെ ലീഡർഷിപ്പിലുള്ള നേതാവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ഇല്ലാത്ത വിധം അത്രമേൽ ശക്തനായിട്ടുള്ള രാജ്യത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള രാഷ്ട്രീയ നേതാവെന്ന് സംശയമില്ലാത്ത വിധം നമുക്ക് എല്ലാവർക്കും പറയാവുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മുന്നണിയിലെ മറ്റ് നേതാക്കളോട് ഏത് നിലക്കാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലും മറ്റുമൊക്കെ പെരുമാറിയിരുന്നത് നമ്മൾ കണ്ടു ദൃശ്യങ്ങളിൽ. പിന്നെ ഈ മന്ത്രിസഭാ രൂപവൽക്കരണത്തിലൊക്കെ അവർ കാണിച്ചിരിക്കുന്ന ഒരു ഈ മുന്നണിക്കകത്തെ പരസ്പരമുള്ള കെട്ടുറപ്പിൻ്റെ സൂചകങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഉള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മുന്നണി ആവശ്യമുള്ള ഈ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഈ ഇന്ത്യ മുന്നണി ഏത് നിലക്കാണ് അതിൻ്റെ നേതാക്കന്മാർ അതിലെ മുന്നണിയിലെ പാർട്ടികളോട് പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ ആകപ്പാടെ കോമഡിയായിട്ടാണ് തോന്നുന്നത്. എന്നുവെച്ചാൽ നമ്മൾ കാണുമ്പോൾ കോൺഗ്രസ് സർക്കാരിൻ്റെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ ഈ മുന്നണി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ആ പക്ഷത്താണ്, രാജ്യത്ത് ഭൂരിപക്ഷം വോട്ട് അപ്പുറത്താണ്. നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നത് 50% താഴെ വോട്ട് ശതമാനമേ NDA മുന്നണിക്ക് ആകെയുള്ളൂ. ബാക്കി കൂടുതൽ വോട്ടിരിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ കൈവശമാണ്. അപ്പോൾ ഇവരെല്ലാവരും പല പാർട്ടികളാണ്, ചതറി നിൽക്കുകയാണ്. അതുകൊണ്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മുന്നണി കൂടുതൽ ആവശ്യമുള്ളത് ആർക്കാണ്? അത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഈ പ്രതിപക്ഷത്തെ പാർട്ടികൾക്കാണ്, ചെറുതും വലുതുമായ പാർട്ടികൾക്കാണ്. ആ മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടി ഏതാണ്? അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവാരാണ്? അത് രാഹുൽ ഗാന്ധിയാണ്, മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. ഇതിനകത്ത് മുന്നണിക്കകത്തെ നേതാക്കന്മാരെ കൊണ്ടു നടക്കാനുള്ള അതിനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കേണ്ടുന്ന ആളുകൾ ഈ പറഞ്ഞ രണ്ടാളുള്ള, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയാണല്ലോ. അവിടെ കുഴപ്പമുണ്ടാക്കുന്നതും രാഹുൽ ഗാന്ധിയാണ്. എന്നുവെച്ചാൽ സ്വന്തം കാലിലേക്ക് വെടിവെച്ചുകൊണ്ടേയിരിക്കുന്ന ആൾ രാഹുൽ ഗാന്ധിയാണ് എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പ്രാദേശികമായ പ്രശ്നങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസും CPM തമ്മിൽ നേർക്കാണ് മത്സരം, ഇടതുപക്ഷവും UDF തമ്മിൽ നേർക്കാണ് മത്സരം. അപ്പോൾ അവിടെ ശക്തമായിട്ട് രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ടി വരും. അല്ലാതെ ഇതിപ്പോൾ നമ്മൾ സൗഹൃദത്തിലാണെന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോയാൽ ഇവിടെ സർക്കാർ കിട്ടുകയില്ല. ഇപ്പോൾ ഈ 102 സീറ്റ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അതിശക്തമായിട്ട് പോരാടിയിട്ട് തന്നെയാണ്. പക്ഷേ അപ്പോഴും അത് രാഹുൽ ഗാന്ധി പറയേണ്ടുന്ന വർത്തമാനമാണോ എന്ന ചോദ്യം സാങ്കത്യമുള്ളതായിട്ട് അവിടെ നിലനിൽക്കും. ഈ പറയുന്ന BJP ബന്ധമൊക്കെ ആരോപിക്കാം, അതൊരു ഒരു തെരഞ്ഞെടുപ്പാകുമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച രാഹുൽ ഗാന്ധി അത് പറഞ്ഞില്ലെങ്കിൽ രാഹുൽ ഗാന്ധി അത് പറയണോ എന്നിടത്തേ ഈ പ്രശ്നമുള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ മുന്നണിയെ മുന്നോട്ട് നയിക്കാനുള്ള അതിൻ്റെ ലീഡർ എന്ന നിൽക്കുമ്പോൾ ഈ പറയുന്ന കാര്യം പറയേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഹർഷൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് രാഹുൽ ഗാന്ധി എന്താ പറയുന്നത്? CPMന് BJP ബന്ധമുണ്ടെന്ന്. BJPക്കെതിരായിട്ടാണ് ഈ മുന്നണി കൊണ്ടുപോകുന്നത്. അപ്പോൾ BJP ബന്ധമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറയുന്ന CPM കൂടെ ചേർന്നതാണ് BJPക്കെതിരായിട്ട് പോരാടുന്ന ഈ ഇന്ത്യ മുന്നണി. പരിഹാസ്യമല്ലേ അത്? അതിപ്പോൾ വി മുരളീധരനോ BJPക്കാരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ BJPക്ക് വേണ്ടി എഴുതുന്ന ആളുകളോ ഇന്ത്യ മുന്നണി എന്ന് കളിയാക്കിയാൽ വല്ലതും പറയാൻ പറ്റുമോ? അപ്പോൾ ഇതെന്തിനാണ് നിങ്ങൾ നടന്നത്? ഞങ്ങൾ നടന്നത് ഇങ്ങനെ ഇവർക്കെതിരെയായിട്ടാണ്. ഇവർക്കെതിരെയുള്ള ആളുകൾ ഇവരോടൊപ്പം സഖ്യം പ്രാപിച്ചു എന്ന് നമ്മൾ പറയുന്ന ആളുകളെ തന്നെ ചേർത്തിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. ആകപ്പാടെ കോമഡി എന്ന് പറയില്ലേ. അപ്പോൾ ഇത് ഇന്ത്യ മുന്നണി എന്ന പേരൊക്കെ ഇട്ട് വളരെ ഗംഭീരമായിട്ടൊക്കെ വന്നപ്പോൾ ഇതിനുണ്ടായിരുന്നൊരു ഗൗരവ സ്വഭാവം ഇപ്പോൾ ഇല്ല. പിന്നെ ഇവിടെ തമിഴ്നാട്ടിലാണെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിൽ രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ല.
അത് ഏതെങ്കിലും നിലക്ക് പിന്നെ ഇതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം കോൺഗ്രസ് ഒരു പ്രാദേശിക സ്ഥലത്ത് മാത്രം നിൽക്കുന്ന പാർട്ടിയല്ല. അപ്പോൾ DMK തമിഴ്നാട്ടിൽ നിൽക്കുന്നത് പോലെയോ CPIM ഇടതുപക്ഷ പാർട്ടികളും കേരളത്തിൽ നിൽക്കുന്ന പോലെയുള്ളൊരു സ്വഭാവമല്ല കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് പലയിടങ്ങളിലും ഇപ്പോൾ ക്ഷീണിച്ചിട്ടാണെങ്കിലും കോൺഗ്രസ് കുറെ കൂടെ വിശാലമായ ദേശീയ പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാദേശിക വിഷയങ്ങളിൽ അത്തരം നിലപാടുകൾ എടുക്കേണ്ടി വരും. തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് പവർ മന്ത്രിസഭയിൽ അംഗത്വം കിട്ടിയാലാണ് ഞങ്ങളുടെ പവർ വലുതാക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യണം. ഓക്കെ, ഇപ്പുറത്ത് ഇവിടെ CPM-നെതിരെ രൂക്ഷമായിട്ട് ആക്രമിച്ച ശേഷം മാത്രമേ അവിടെ വിജയിക്കുന്നാണെങ്കിൽ അവർ ചെയ്യണം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ അപ്പുറത്ത് മുന്നണി എന്ന നിലക്ക് നിൽക്കുന്ന സംഗതികൾക്കകത്ത് ഈ കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത കാണിക്കുക എന്നുള്ളത് അതിന് ഇനിവിറ്റബിളാണ്. അതിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യുന്നില്ല എന്നിടത്താണേ പ്രശ്നമില്ലായിരുന്നു. അത് പക്ഷേ പൊളിക്കാനും കൂടെ നോക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയാണല്ലോ. രാഹുൽ ഗാന്ധിക്ക് മേലാണ് പ്രതിപക്ഷം എന്ന് പറയുന്ന ഈ ആളുകളെല്ലാം, പിന്നെ ഈ നേതാക്കളും പാർട്ടികളും സമ്മതിക്കില്ലെങ്കിൽ പോലും അണികൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തെ നേതാവായിട്ട് കാണുന്നത് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയാണ് ഈ കുട്ടികളി കളിക്കുന്നത്. ഇദ്ദേഹം വന്നിട്ട് ഇവിടെ ഈ വിശാല മുന്നണി താല്പര്യങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു കാര്യം പറയേണ്ടെന്ന് വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണ് ഈ പ്രശ്നം അവിടെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. പിന്നെ ഇതിനകത്ത് CPIM എന്തിനാണ് അതിനകത്ത് തുടരുന്നതെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അതായത് അവരിങ്ങനെ അപമാനിതമായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിലാണ് CPIM-ലെ വലിയ പാർട്ടി ഘടകമുള്ളത്. ഇപ്പോൾ ഭരണമില്ലെങ്കിലും അവർ അത്യാവശ്യം തരക്കേടില്ലാത്ത ശതമാനം വോട്ടൊക്കെയുള്ള ശക്തമായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ നേതാവാണ് പിണറായി വിജയൻ. അത് സ്വാഭാവികമായിട്ടും ഇവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് രാജ്യത്താകെപ്പാടെ ഇന്നിപ്പോൾ അവിടെ ഫ്ലക്സ് വന്നപ്പോൾ ആ ഫ്ലക്സിൻ്റെ മുഖത്തിൽ ആരാണ്? പിണറായി വിജയനാണുള്ളത്. അപ്പോൾ CPIM എന്ന പാർട്ടിയുടെ മുഖമായിട്ടുള്ള പിണറായി വിജയനെ തന്നെയും BJP ബന്ധമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഒരു മുന്നണിക്കകത്ത് പോയിരിക്കേണ്ട കാര്യം ഇവർക്കുണ്ടോ? അപ്പോൾ ഇവർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് ശക്തമായിട്ട് തന്നെ ജോൺ ബ്രിട്ടാസ് ഈ കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് തോന്നുന്നത്. പക്ഷേ അവിടെ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം എന്ന നിലക്കുള്ള നിലപാടെടുത്തു. ഇവരിപ്പോൾ സത്യത്തിൽ കൂടിച്ചേർന്ന് ഒന്നിച്ചു നിന്നുകൊണ്ട് എന്തെങ്കിലും ഗുണം ഇവർക്ക് ഉണ്ടാകുന്നുണ്ടോ? CPM-ന് ഉണ്ടാകുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. CPM-ന് എന്തെങ്കിലും അവർക്ക് അപമാനകരമായ സാഹചര്യം ഉണ്ടായി. ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനാകുന്ന കാര്യം തന്നെയേ ഉള്ളൂ ഈ രാഹുൽ ഗാന്ധി വന്ന് വിമർശിച്ചു എന്ന് പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്. കോൺഗ്രസിനെതിരായിട്ട് കോൺഗ്രസും CPM-ഉം തമ്മിലാണ് ഇവിടെ ശക്തമായിട്ടുള്ള പോരാട്ടം. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീം BJP-യോട് ആര് അനുകൂല നില എടുക്കുന്നു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട തീമാണ്. കേരളം പോലെ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ശതമാനമൊക്കെ വളരെ കൂടുതലായിരിക്കുന്ന സ്ഥലത്ത് BJP-യോട് ആളുകളുടെ നിലപാട് എന്താണ് എന്നതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീമാണ്. അപ്പോൾ ആ തീം കോൺഗ്രസിനാണ് BJP ബന്ധം. അവരുടെ മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ട്. നാളെ ഇവരും പോകും എന്ന വിഷയം ഇവർ പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന് സ്വാഭാവികമായിട്ട് ഇപ്പുറത്തെ കാര്യം പറയേണ്ടതായിട്ട് വരും. പക്ഷെ അത് പറയുന്നതിന് രാഷ്ട്രീയ തന്ത്രജ്ഞത ഇന്ത്യ മുന്നണി എന്ന നിലക്ക് അവർ കാണിച്ചില്ല. ഈ പ്രശ്നം എല്ലാ കാലത്തും ഉണ്ടാകും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഒരു മുന്നണിക്കകത്ത് ഇവർ തുടരുന്നതുകൊണ്ട്, ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ CPIM തുടരുന്നതുകൊണ്ട് ബംഗാളിൽ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ? സംശയമാണ്. തമിഴ്നാട്ടിൽ, രാജസ്ഥാനിൽ, ഉത്തർപ്രദേശിൽ ഈ പറയുന്നിടത്തൊന്നും CPM-ന്, ബംഗാളൊക്കെ പ്രധാനപ്പെട്ടാണ്. മറ്റ് പല സംസ്ഥാനങ്ങളും CPM പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? രാജസ്ഥാൻ പോലുള്ളതൊക്കെ ചെറിയ ചില നേട്ടങ്ങൾ. രാജസ്ഥാനിലെ നേട്ടങ്ങൾ CPM ഉണ്ടാക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടല്ലോ. അവർക്ക് അവരുടെ ചില പോക്കറ്റ്സ് ഉണ്ട്. ആ പോക്കറ്റ്സിൽ അവർ പിന്നെ 1-2 സീറ്റുകൾ അവർ നേടാറുണ്ട്. ആ സീറ്റ് മറ്റ് ഇല്ലെങ്കിലും അവിടെ ജയിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെയും അവിടുത്തെ MLA-മാരുടെയും ജനപ്രീതി കൊണ്ടൊക്കെയാണ് നേടുന്നത് എന്നൊക്കെയാണ് നമ്മൾ പുറത്തു നിന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണെങ്കിലും ഇനിയിപ്പോൾ അപമാനം സഹിച്ചുകൊണ്ടും ഇവരിങ്ങനെ ചെയ്താലും ഇങ്ങനെ BJP-ക്കെതിരായുള്ള രാഷ്ട്രീയ പോരാട്ടം തുടരുക എന്നതാണ് ഇവർ രാഷ്ട്രീയ ലൈനായിട്ട് കാണുന്നതെങ്കിൽ അങ്ങനെ തുടർന്നുകൊള്ളട്ടെ. പക്ഷേ എന്തായാലും ഇതൊരു ആകെ ഒരു തമാശയും കോമഡിയൊക്കെ ആയിട്ട് ആളുകൾക്ക് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ മുന്നണി. അത് BJP-ക്കാർ പരിഹസിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അതിനകത്ത് അങ്ങനെ ചില എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. 2023 ജൂലൈയിൽ ബംഗളൂരുവിൽ ചേർന്ന യോഗത്തിലാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റൽ ഇൻക്ലൂസീവ് അലയൻസ് ഇന്ത്യ എന്ന സഖ്യത്തിന് രൂപം നൽകുന്നത്. രാഷ്ട്രീയപരമായി വ്യത്യസ്ത നിലപാടുകൾ പുലർത്തുന്നവരായിരുന്നിട്ടും ഏത് വിധേനയും BJP സർക്കാരിനെ താഴെ ഇറക്കണമെന്ന പൊതുതാൽപര്യമാണ് ഈ പാർട്ടികളെയെല്ലാം ഒരു സഖ്യമായി നിലകൊള്ളാൻ പ്രചോദിപ്പിച്ചത്. എന്നാൽ പ്രതീക്ഷിച്ചതിന് വിപരീതമായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ സഖ്യത്തിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള എതിർപ്പുകൾ കൂടുതൽ പ്രകടമായി തുടങ്ങിയിരുന്നു. എതിർപ്പുകളെ പരിഹരിച്ച് ഒന്നിച്ചു കൊണ്ടുപോകാൻ ഒരു നേതൃത്വം ഇല്ലാഞ്ഞതും ആ സഖ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. ഇന്ന് മുന്നണിയുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന DMK-യും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനോട് സഹകരിച്ച് മുന്നേറാൻ സാധിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിൻ്റെ അവസരവാദ നിലപാടുകളെയുമാണ്. സഖ്യത്തിനൊപ്പം ഇപ്പോഴും നിലകൊള്ളുന്ന തൃണമൂലിനും CPIM-നും കോൺഗ്രസിൻ്റെ നിലപാടുകളോട് തന്നെയാണ് എതിർപ്പ്. അതുകൊണ്ട് സഖ്യത്തിൻ്റെ മുന്നോട്ടു പോക്കിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ നിർണായകമാകും എന്നുറപ്പാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തിന് ആഹ്വാനം ചെയ്യുന്ന കോൺഗ്രസിന് തങ്ങളുടെ നിലപാടുകളിലെ പൊരുത്തക്കേടുകൾ കൂടി മനസ്സിലാക്കി പരിഹാരം കാണേണ്ടതുണ്ട്.